ഈ ധൻഖർ ആണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം. ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു. മോദിക്ക് എന്തോ പണി കൊടുത്തിട്ടാണ് ധൻഖർ രാജിവെച്ചതെന്ന് ഒരു വിഭാഗം പറയുന്നു. ഒരു വിഭാഗം പറയുന്നു ധൻഖർ കോൺഗ്രസിലാണെന്ന്. ഇത് ഉണ്ടത്ര ഇല്ലത്രയാണ്. ഇതിനെ ഒരു സ്ഥിരീകരണം ഒരിടത്തു നിന്നും വന്നിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ധൻഖർ മോദിക്കിട്ട് താങ്ങിയോ പണി കൊടുത്തോ? ധൻഖർ കോൺഗ്രസിലേക്ക് പോകുമോ? ഈ ഉണ്ടത്ര ഇല്ലത്ര ഇതിനൊരു ഉത്തരം കിട്ടിയോ? അതായത് ജഗദീപ് ധൻഖർ എന്ന് പറയുന്നയാൾ, ഇദ്ദേഹം അതായത് ഉപരാഷ്ട്രപതി ആയതുകൊണ്ട് ഇനി അദ്ദേഹം ഒന്ന് വിശേഷിപ്പിക്കണമല്ലോ, അദ്ദേഹം മുൻ ഉപരാഷ്ട്രപതി. അപ്പോൾ അദ്ദേഹത്തിന് സ്വയം ഒരു തോന്നലുണ്ടായി, ഞാൻ എന്തോ വലിയ സംഭവമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട പരിണിത ഫലമാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത്. ഈ ജഗദീപ് ധൻഖർ വാർത്താ താരമായത് ബംഗാളിലെ ഗവർണർ ആയിരുന്നപ്പോഴാണ്. അവിടെ മമതാ ബാനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുവയല്ല, സിംഹവും പുലി എല്ലാം കൂടി ചേർന്ന ഒരു സ്ത്രീയാണ് അവർ. കാര്യം അവർ ഒരു വിധത്തിലും, അതായത് ഞാൻ പിടിച്ച കൊമ്പിന് 3 അല്ല 16 കൊമ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. ആ മമതാ ബാനർജിയുമായിട്ട് രാഷ്ട്രീയ സംഘർഷത്തിൽ ഏർപ്പെട്ട ഒരു ഗവർണർ, അതായത് ഈ സമീപകാല ചരിത്രത്തിൽ ഈ ഗവർണർ മുഖ്യമന്ത്രി പോയി, ഇപ്പൊ കേരളത്തിലുണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പൊ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആരാധ്യ പാത്രമായിരുന്നു ഇയാൾ ജഗദീപ് ധൻഖർ. ജഗദീപ് ധൻഖർ ചെയ്യുന്നത് കണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആ ക്ലാസ്സിൽ പഠിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ജഗദീപ് ധൻഖറും ആ മമതാ ബാനർജിയുമായിട്ടുണ്ടായിരുന്ന നിരന്തര സംഘർഷം, അവിടെ അതിന് കാരണമുണ്ട് കേട്ടോ, അവിടെ രാഷ്ട്രീയ സംഘർഷങ്ങൾ അതിരൂക്ഷമായിരുന്നു. അപ്പോൾ ഈ CPM ഭരിച്ചിരുന്നിടത്ത് പെട്ടെന്ന് മമതാ ബാനർജി വന്നപ്പോൾ മമതാ ബാനർജിക്കുണ്ടായ ഒരു സ്ഥലജല വിഭ്രാന്തി, അതിൻ്റെ പേരിലാണ് അവിടെ രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഗവർണർ കടുത്ത നിലപാടുകൾ എടുക്കുന്നു. അങ്ങനെയാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതോടുകൂടി ഇദ്ദേഹം ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നു അപ്രതീക്ഷിതമായിട്ട്. അതായത് BJPയെ സംബന്ധിച്ച് ഒരുപാട് സീനിയർ നേതാക്കൾ ഉണ്ടായിരിക്കെ അപ്രതീക്ഷിതമായി ബംഗാൾ ഗവർണറായിരുന്ന ജഗദീപ് ധൻഖറിനെ ഉപരാഷ്ട്രപതിയാക്കുന്നു. അപ്പോൾ അതോടുകൂടി ഇദ്ദേഹം അതായത് ഒരു സൂപ്പർ പവറായിട്ട് ഇദ്ദേഹം സ്വയം അങ്ങ് വിചാരിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് ഈഗോ ക്ലാഷുകൾ ഉണ്ടായി കേന്ദ്ര സർക്കാരുമായിട്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൻ്റെ നിയമനം, ഇദ്ദേഹത്തിന് ലക്ഷറി കാറുകൾ വേണം, പിന്നെ വിമാനയാത്രയ്ക്ക് അത് സംബന്ധിച്ച് ഇയാൾക്ക്, അതായത് ഇപ്പോൾ ഇന്ത്യക്ക് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഒക്കെ പ്രത്യേക വിമാനമുണ്ട്, അപ്പോൾ അതേപോലുള്ള പരിഗണനകൾ കിട്ടണം എന്നൊക്കെ കടുംപിടുത്തമുള്ള ഒരാളായിരുന്നു ഉപരാഷ്ട്രപതി. ഇനി ചില രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി പദവികളൊക്കെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള പദവികളാണ്. അവിടെ ഭരണപക്ഷോ പ്രതിപക്ഷോ വേർതിരിവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ വാസ്തവം അതല്ല. ഈ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയും പൊളിറ്റിക്കൽ നിയമനങ്ങൾ തന്നെയാണ്. അവർ അവരുടെ രാഷ്ട്രീയം പ്രകടിപ്പിക്കും. അതാണ്. അല്ലെങ്കിൽ നമ്മുടെ APJ അബ്ദുൽ കലാമിനെ പോലെ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ രാഷ്ട്രപതി ആകണം. അപ്പോൾ ഇദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇദ്ദേഹം വന്നിട്ട് തൻ്റെ പദവി എടുത്തിട്ട് BJPക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയിലേക്ക് വന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, അതായത് കാർഷിക സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം ഉപരാഷ്ട്രപതി എന്ന അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ച് ഒരു പൊതുപരിപാടിയിൽ കേന്ദ്ര കൃഷി മന്ത്രിയെ ചോദ്യം ചെയ്തു. അതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ജഗദീപ് ധൻഖർ എന്ന് പറയുന്നയാൾ എന്തോ വലിയ സൂപ്പർ പവറായി മാറുന്നു എന്നുള്ളൊരു സംശയം വന്നത്. കഴിഞ്ഞില്ല. ഈ ഏറ്റവും ഒടുവിൽ വന്ന ഓപ്പറേഷൻ സിന്ദൂർ, ഈ വർഷകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ചർച്ച വേണം എന്നുള്ള ഒരു നിലപാടെടുത്തതാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് നമ്മൾ സൈനിക രഹസ്യമായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ചർച്ച വേണ്ട എന്നൊരു നിലപാടാണ് പൊതുവെ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. അവിടെ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയം അവതരിപ്പിച്ച് പ്രസംഗിക്കുകയാണ്. അപ്പോൾ അവിടെ സീനിയർ നേതാവ്, BJPയുടെ സീനിയർ നേതാവ് JP നദ്ദ ആ സദസ്സിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് മൈക്ക് അനുവദിക്കാതെ മല്ലികാർജുൻ ഖാർഗെ അങ്ങ് തുറന്നു വിടാൻ ജഗദീപ് ധൻഖർ അങ്ങ് തീരുമാനിക്കുന്നു. അതായത് മല്ലികാർജുൻ ഖാർഗെ സർക്കാരിനെതിരെ നിരന്തരം ആക്ഷേപങ്ങളിങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. JP നദ്ദയ്ക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ JP നദ്ദയ്ക്ക് മൈക്ക് അനുവദിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു. ഇതുകൂടാതെ ഇതിനു മുമ്പൊരു സംഗതി കൂടിയുണ്ട്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷം ഒരു പ്രമേയം കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ ഒരു പ്രമേയം കൊണ്ടുവരുന്നു. അപ്പോൾ ഭരണപക്ഷത്തിന് ഈ വിഷയത്തിൽ പ്രമേയം അവതരിപ്പിക്കണം എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. പക്ഷെ അത് പരിഗണിക്കാതെ
പ്രതിപക്ഷ കക്ഷികൾ ഇദ്ദേഹത്തെ ചെന്ന് കണ്ടു, ഉപരാഷ്ട്രപതിയെ ചെന്ന് കണ്ടു. അങ്ങനെ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ JP നദ്ദയുടെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷ അംഗങ്ങൾ ഇദ്ദേഹത്തെ ചെന്ന് കണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനു വേണ്ടിയുള്ള ഒപ്പ് ശേഖരണമൊക്കെ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത് ചെവി കൊടുക്കാതെ പ്രതിപക്ഷത്തിന് ഈ പ്രമേയം അവതരിപ്പിക്കാനായിട്ട് ഒരു അവസരം കൊടുത്തു. അപ്പോൾ ഇതും ഇവർ തമ്മിലുള്ള ഭരണപക്ഷവും JP നദ്ദ അതായത് ധൻഖറുമായിട്ടുള്ള അകൽച്ചയ്ക്ക് കാരണമായി. ഇത് കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന തരത്തിലായിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രമേയം അവതരിപ്പിക്കാനായിട്ടുള്ള അവസരം കൊടുത്തത്. ഇതിനുശേഷം JP നദ്ദയുടെ നേതൃത്വത്തിൽ ഭരണപക്ഷത്തെ 3, അതായത് കിരൺ റിജിജു അടക്കമുള്ള 3 സീനിയർ നേതാക്കൾ പ്രത്യേകം യോഗം ചേരുകയും ഈ പറയുന്ന ഉപരാഷ്ട്രപതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ അതിനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് അതായത് ഈ ഒരു കൃത്യമായ സന്ദേശം, അതായത് ഭരണപക്ഷം തന്നെ പുറത്താക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം ഉപരാഷ്ട്രപതിക്ക് മനസ്സിലായപ്പോഴാണ് ഉപരാഷ്ട്രപതി അങ്കിനി ഇരുന്ന പന്തികേടാണ്. കാര്യം നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നേരത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വഷളായി. തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയാൽ വലിയ നാണക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, രാഷ്ട്രപതിയെ കാണും, രാജ്യസന്നദ്ധത അറിയിക്കും എന്നൊരു ഉണ്ടത്രേ സാധനം ഉപരാഷ്ട്രപതി ഇറക്കി വിട്ടു. വൈകുന്നേരം രാഷ്ട്രപതിയോടുള്ള അപ്പോയിൻമെൻറ്റ് എന്നിട്ട് അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തു. കാര്യം തന്നെ അനുനയിപ്പിക്കാൻ ആരെങ്കിലും വരുമോ എന്നറിയാൻ. ആരും പോയില്ല. കാര്യം അദ്ദേഹം രാജിവെച്ച് പോകുന്നെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ പുറത്താക്കാമെന്നുള്ളതായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട്. പക്ഷെ അദ്ദേഹം അന്ന് രാഷ്ട്രപതിയെ പോയി കണ്ട് രാജിക്കത്ത് കൊടുത്തത് കാരണം എന്താ പറയുന്നത്, എനിക്ക് ആരോഗ്യ കാരണങ്ങളാണ്. ശുദ്ധ നുണയാണ്. കാരണം അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള നേരാണ്. അത് അദ്ദേഹം ചികിത്സ നേടി. ഈ രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ രാജ്യസഭാ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ച ഒരു അധ്യക്ഷനാണ്. അത്ര ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അന്ന് വിശ്രമിക്കത്തല്ലേ ഉള്ളൂ. അദ്ദേഹം കേരളത്തിൽ സന്ദർശനത്തിന് വന്നപ്പോൾ അപ്പോഴും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. അദ്ദേഹം ഗുരുവായൂരിൽ പോയി ദർശനമൊക്കെ നടത്തി. ഡൽഹിയിൽ നിന്ന് വന്ന് കേരളത്തിൽ വന്ന് ഗുരുവായൂരിൽ ദർശനം നടത്തി. അതായത് ദീർഘയാത്രയാണ്. അതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടതാണല്ലോ അത്ര ഗുരുതര ആരോഗ്യ പ്രതിസന്ധി ഉണ്ടെങ്കിൽ. അപ്പം അദ്ദേഹത്തിന് പ്രായം സംബന്ധിച്ച് അദ്ദേഹത്തിന് വാർദ്ധക്യ ദശയിലാണ്. അത് സംബന്ധിച്ച് സ്വാഭാവികമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായില്ലെന്ന് നാം പറയുന്നില്ല. പക്ഷേ അതിന് ചികിത്സയുണ്ട്. അത്യാധുനിക എയിംസ് അടക്കമുള്ള അദ്ദേഹം ഡൽഹി എയിംസിലാണ് ചികിത്സ തേടിയത്. അത് കിട്ടാവുന്നതല്ലേ ഉള്ളൂ. രാജിവെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇതേപോലെ ആരോഗ്യ പ്രതിസന്ധി നേരിടുമ്പോൾ അവർ ചികിത്സ തേടി അധികാരത്തിൽ തുടരുക, പദവിയിൽ തുടരുകയാണ് ഒരു നടപ്പ് രീതി. പക്ഷെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ആരോഗ്യ കാരണം പറഞ്ഞ് ഒരാൾ രാജിവെച്ച് പോകുന്നത്. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷം ഇതൊരു അവസരമാക്കി എടുത്തേക്കുകയാണ്. ജഗ്ദീപ് ധൻഖറെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ അജണ്ട. അതിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ എന്തെങ്കിലും പദവികൾ ഓഫർ ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വരും എന്നുള്ള വിചാരം തൽക്കാലം എനിക്കില്ല. കാരണം ഉപരാഷ്ട്രപതി പദവിയിലിരുന്ന ജഗ്ദീപ് ധൻഖറിൻ്റെ ലക്ഷ്യം അടുത്ത തവണ രാഷ്ട്രപതിയാകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരം ഉന്നത പദവികൾ മോഹം വെച്ച് ആ മോഹഭംഗത്തിൽ കഴിയുന്ന ജഗ്ദീപ് ധൻഖർ ഒരു പ്രതിപക്ഷ കക്ഷിയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം, അതായത് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് പോയല്ലോ, ഭരണപക്ഷം ഏതായാലും അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് സമ്മേളനം അല്ലെങ്കിൽ ഒരു യാത്രയപ്പ് കൊടുക്കാൻ തൽക്കാലം പദ്ധതി ഇല്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ പ്രതിപക്ഷം അദ്ദേഹത്തിന് വേണ്ടി ഒരു അത്താഴ വിരുന്നൊരുക്കാനുള്ള പരിപാടികളിലേക്ക് കടക്കുന്നുണ്ട്. അതായത് അവരുടെ തങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണവും ചെയ്തു നൽകിയ ഉപരാഷ്ട്രപതിക്ക് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ അജണ്ട. അപ്പോൾ ഇപ്പോൾ ചില വാർത്തകൾ വരുന്നത് അദ്ദേഹം കോൺഗ്രസ് ചേർന്ന് പ്രവർത്തിക്കുമെന്നും അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികളുമായിട്ട് പ്രവർത്തിക്കുമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു മോഹഭംഗത്തിൽ നിൽക്കുന്ന ജഗ്ദീപ് ധൻഖർ ആ ഒരു സാഹസത്തിന് പോകും എന്ന് തൽക്കാലം കരുതേണ്ടതില്ല.